ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ആഷ്ലി വെസ്റ്റ് വുഡിന്റെ ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്റ്റ് പൂർത്തിയാവുകയാണ്. ഇത് പുതുക്കിയിട്ടില്ല. ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾക്ക് വേണ്ടി ആഷ്ലി വെസ്റ്റ് വുഡിനെ നേരത്തെ ബ്ലാസ്റ്റേഴ്സ് ക്ഷണിച്ചിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം ക്ഷണം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സീസണിന് ശേഷം തീരുമാനമാക്കാം എന്ന ഒരു നിലപാടാണ് ആഷ്ലി വെസ്റ്റ് വുഡ് എടുത്തിട്ടുള്ളത്. ഏതായാലും ഈ കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതകൾ ഒന്നുമില്ല. ISLന്റെ കാര്യത്തിൽ വ്യക്തതകൾ ഇല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയുടെ കാര്യത്തിൽ വ്യക്തതകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ആഷ്ലി വെസ്റ്റ് വുഡ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തു പോയാലും നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് ആഷ്ലി തന്നെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഫുട്ബോളിലെ അഥവാ ഈ ISLലെ നിശ്ചലാവസ്ഥ ഒരു പരിശീലകൻ എന്ന നിലയിൽ താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ആഴ്ചയുടെ അവസാനത്തിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാണ് ആഷ്ലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത സീസണിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഒരു കോച്ച് എന്ന നിലയിൽ ഈ നിശ്ചലാവസ്ഥ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കാത്തിരുന്നു കാണാം. ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി ഒരു മീറ്റിംഗ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. വിവേകപൂർണമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും അടുത്ത സീസണിലും ഇന്ത്യയിൽ മികച്ച ഒരു കോമ്പറ്റീറ്റീവായ ലീഗ് നിലനിൽക്കുമെന്നും നമുക്ക് ആഗ്രഹിക്കാം. ഇതാണ് ആഷ്ലി വെസ്റ്റ് വുഡ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് ശേഷം ആഷ്ലി വെസ്റ്റ് വുഡ് അക്ഷരാർത്ഥത്തിൽ ഒരു മാജിക് ആണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതൽ പേര് ലഭിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനുണ്ടായ ഈ മാറ്റം അത് ആഷ്ലി വെസ്റ്റ് വുഡിനും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുറത്തെ ക്ലബ്ബുകളിൽ നിന്നും അദ്ദേഹത്തിന് ഓഫറുകൾ വരാൻ സാധ്യതയുണ്ട്. ISLന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ അൺസർട്ടനിറ്റി തുടർന്നു പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലെങ്കിൽ ആഷ്ലി വെസ്റ്റ് വുഡ് ഇന്ത്യ വിട്ട് പുറത്തു പോകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിനു മുന്നേ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കുക എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.